ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അതീവ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഒഡീഷ FC കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അവരെ അലട്ടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സൂപ്പർ കപ്പിൽ അവർ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, വരുന്ന ISLലും പങ്കെടുക്കാൻ ഒഡീഷ FC ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതായത് കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലെങ്കിൽ ISLൽ പങ്കെടുക്കുന്നില്ല എന്ന ഒരു തീരുമാനം ഒഡീഷ FC ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഒഡീഷക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ പുകയുകയാണ്. നേരത്തെ ഒഡീഷയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യലാണ് രൺദീപ്. അദ്ദേഹം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒഡീഷ FC എന്ന ക്ലബ്ബ് നിലനിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് അങ്ങനെ ഒരു ക്ലബ്ബില്ല, അത് അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നാണ് രൺദീപ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒഡീഷ FCയുടെ ഉടമസ്ഥനായ രോഹനെതിരെ വലിയ വിമർശനങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് രോഹന്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഒഡീഷ എന്ന ക്ലബിന് ഇങ്ങനെ സംഭവിച്ചത്. അത് അടച്ച് പൂട്ടലിന്റെ വക്കിലാണ്. ഇന്ന് ഒഡീഷ എന്ന ക്ലബ്ബ് നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ് രൺദീപ് ഇപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഉടമസ്ഥനായ രോഹനെ അദ്ദേഹം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിലനിർത്തുന്നുണ്ട്. മാത്രമല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെയും ഇദ്ദേഹം വിമർശിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഒഡീഷയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഇത്തവണത്തെ ISLൽ അവർ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇപ്പോൾ അവർ എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.